ഡിയർ ആസ്പിറൻസ്, അപ്പൊ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന 6 വർഷങ്ങൾക്ക് ശേഷം വന്നിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് RRB NTPCയുടെ അണ്ടർ ഗ്രാജുവേറ്റ്സ് നോട്ടിഫിക്കേഷൻ. അപ്പൊ ഓൾറെഡി ഗ്രാജുവേറ്റ്സിനുള്ള ആ ഒരു പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെയാണ് അണ്ടർ ഗ്രാജുവേറ്റ്സ് പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോവാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഡേറ്റ്, ആ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 29/2024, അതായത് ഇന്നലെയാണ്. പക്ഷേ ഇന്ന് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 21/9/2024, അല്ലെങ്കിൽ ഇന്ന് മുതലാണ് നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ആ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷന്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 20/10/2024 ഒക്ടോബർ 20-ാം തീയതി ഈ ഒരു ആപ്ലിക്കേഷന്റെ ക്ലോസിംഗ് ഡേറ്റ് ആണ് വരുന്നത്. ആൻഡ് അതിൽ ഫീ പേയ്മെന്റ് ഉണ്ട്. ഫീ പേയ്മെന്റിന്റെ ഡേറ്റ് നമുക്ക് ആപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം 21/10 മുതൽ 22/10 വരെ ആ ഒരു ഫീ പേയ്മെന്റ് കൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ് ഓൾസോ ഇതിൽ എന്തെങ്കിലും കറക്ഷൻസ് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നതിൽ എന്തെങ്കിലും കറക്ഷൻസ് നിങ്ങൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അതിനുള്ളൊരു കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നതാണ്. അത് 23/10/2024 മുതൽ 1/11/2024 വരെ അവൈലബിൾ ആയിരിക്കും. അതായത് ഒക്ടോബർ 23 മുതൽ നവംബർ 1-ാം തീയതി വരെ ആ ഒരു കറക്ഷൻ വിൻഡോ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി നമുക്ക് ഇവിടെ ആ ഒരു പോസ്റ്റിൽ വരുന്ന അണ്ടർ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള പോസ്റ്റിൽ വരുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 4 പോസ്റ്റുകളാണ് വരുന്നത്. ഒന്ന് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, ട്രെയിൻസ് ക്ലർക്ക്, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. ഇതിൽ തന്നെ നമുക്ക് ആ ഒരു ഈ പോസ്റ്റുകളുടെ ഒക്കെ ഒരു ലെവലും അതേപോലെ തന്നെ ഇനീഷ്യൽ പേ വരുന്നതും ആൻഡ് ഓൾസോ അവരുടെ ഏജ് ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും സെയിം ആയിട്ടുള്ള ഏജ് ക്രൈറ്റീരിയ ആണ്, അതേപോലെ തന്നെ സെയിം ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ് വരുന്നത്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഓഫ് 12th ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഇത് ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മാക്സിമം എത്ര വേണമെങ്കിലും നമുക്ക് എന്ത് സംഭവിക്കാം, ആ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതായത് +2 കഴിഞ്ഞ ഏതൊരാൾക്കും, +2 ക്വാളിഫയിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യതയുള്ള ഏതൊരാൾക്കും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന് മുകളിലോട്ട് നിങ്ങൾ എത്രത്തോളം ക്വാളിഫയിങ് ആണ് എന്നുള്ളത് ഇവിടെ എന്തല്ല ബാധിക്കുന്ന കാര്യമല്ല. ഡിഗ്രി ഹോൾഡേഴ്സിനും PG ഹോൾഡേഴ്സിനും ഒക്കെ ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഏജിലോട്ട് വരികയാണെങ്കിൽ ഏജ് 18 to 33 ഇയേഴ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സാധാരണയായിട്ട് 30 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷെ ഇത്തവണ കോവിഡിന്റെ റിലാക്സേഷനും കൂടെ കൂട്ടിയിട്ട് 3 വയസ്സ് ആ ഒരു റിലാക്സേഷനും കൂടെ കൂട്ടി 18 മുതൽ 33 വയസ്സ് വരെയുള്ള ഏതൊരു വ്യക്തിക്കും, അതായത് +2 യോഗ്യതയുള്ള ഏതൊരു വ്യക്തിക്കും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ 33 എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയുടെ കേസാണ്, അല്ലാതെ റിസർവ്ഡ് ആയിട്ടുള്ള കാറ്റഗറീസിന്റെ, അതായത് OBC അല്ലെങ്കിൽ SC or ST അല്ലെങ്കിൽ എക്സ് സർവീസ്മാൻ, ഇവർക്കൊക്കെ എന്തുണ്ട്, അവരുടേതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. ആൻഡ് ഓൾസോ ഇവിടെ നമ്മുടെ വേക്കൻസീസ് തന്നിട്ടുണ്ട്, ഓരോ പോസ്റ്റിന്റെയും വേക്കൻസി തന്നിട്ടുണ്ട്. ആൻഡ് ടോട്ടൽ വേക്കൻസി വരുന്നത് 3445 ആണ്. അതേപോലെ ഓരോ പോസ്റ്റിനും ആവശ്യമായിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് B2 C2 എന്നൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഓരോ പോസ്റ്റിനും ഏതൊക്കെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് ആവശ്യമുള്ളത് എന്നുള്ളത്. ഓക്കെ. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ, പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, ഈ ഒരു ഡേറ്റ്, ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 20/10/2024 എന്ന് പറയുന്നത് ക്രൂഷ്യൽ ഡേറ്റ് ആണ്. അതായത് ഇവിടെയുള്ള എല്ലാ ക്വാളിഫിക്കേഷൻ, ഏജ് ക്വാളിഫിക്കേഷൻ ആവട്ടെ, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആവട്ടെ, ഇനി അതല്ല നിങ്ങൾക്ക് റിസർവേഷൻ ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റ് ആവട്ടെ, എന്തിനും ക്രൂഷ്യൽ ഡേറ്റ് വരുന്നത് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ക്ലോസിംഗ് ഡേറ്റ് ആണ്, അല്ലെങ്കിൽ 20/10/2024 ആണ്. ആ ഒരു ഡേറ്റിലായിരിക്കണം എന്ത് വരേണ്ടത്, നിങ്ങളുടെ എല്ലാ ക്വാളിഫിക്കേഷനും വരേണ്ടത്. അത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ആൻഡ് ഓൾസോ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ഈ ഒരു പ്രോസസ്സ്, കംപ്ലീറ്റ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കഴിയുന്നത് വരെ നിങ്ങൾ ഇനീഷ്യൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ആണോ കൊടുത്തിരിക്കുന്നത്, അതാണ് ത്രൂ ഔട്ട് ദ പ്രോസസ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടായിരിക്കുക. അല്ലെങ്കിൽ ആ ഒരു ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും ചേഞ്ച് ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ 2 കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ആൻഡ് ഏജ് ലിമിറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, 18 to 33 ആണ് ജനറൽ കാറ്റഗറീസിന് വരുന്നത്. ആൻഡ് ഓൾസോ റിസർവേഷൻ ഉള്ള കാറ്റഗറീസിന് എന്തുണ്ട്,
ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ URന് ഓൾറെഡി പറഞ്ഞു 2/1/1992 ആ ഒരു, അതായത് നോട്ട് ഏർലിയർ ദാൻ എന്നാണ്. അതിന് മുന്നേ ജനിച്ച ആളുകൾക്ക് പറ്റില്ല. 1992 2/1 ജനുവരി 2-ാം തീയതിക്ക് മുമ്പ് ജനിച്ച ആളുകൾക്ക് എന്ത് പറ്റില്ല, ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. UR അല്ലെങ്കിൽ EWS കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്ക്. ആൻഡ് OBC നോൺ ക്രിമിനൽ പെടുന്ന ആളുകളാണെങ്കിൽ 2/1/1989 വരെ. SC or ST കാറ്റഗറി ആണെങ്കിൽ 2/1/1987 വരെ. ഇതാണ് നോട്ട് ഏർലിയർ ദാൻ എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ നോട്ട് ലേറ്റർ ദാൻ ആണെങ്കിൽ, അതായത് 18 വയസ്സ് ആ ഒരു നിർണ്ണയിക്കുന്നത് ഏത് കാറ്റഗറിക്കും എന്താണ്, 1/1/2007 എന്ന് പറയുന്ന ആ ഒരു ഡേറ്റിന് മുന്നേ ജനിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. ആൻഡ് എക്സാമിനേഷൻ ഫീ വരുന്നുണ്ട്. എക്സാമിനേഷൻ ഫീ വരുന്നത് നമുക്ക് ജനറൽ കാറ്റഗറീസിന്, അതായത് പ്രത്യേകിച്ച് റിസർവേഷൻ ഒന്നും ഇല്ലാത്ത എല്ലാ കാൻഡിഡേറ്റ്സിനും വരുന്ന ഫീ എന്ന് പറയുന്നത് 500 ആണ്. പക്ഷെ ഇത് റീഫണ്ടബിൾ ആണ് കേട്ടോ. 500 അല്ല, അതിൽ 400 എന്ന് പറയുന്നത് റീഫണ്ടബിൾ ആണ്. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആൻഡ് ഓൾസോ നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് CBT കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിന്റെ ഒന്നാമത്തെ ഫസ്റ്റ് സ്റ്റേജ് നിങ്ങൾ അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ 500 രൂപയിൽ 400 രൂപ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. 400-ൽ ചെറുതായിട്ട് ബാങ്കിന്റെ ആ ഒരു ചാർജസ് കാര്യങ്ങൾ മാത്രമേ ഡിഡക്ട് ചെയ്യുള്ളൂ. ആൻഡ് അതുകൂടാതെ ബാക്കി വരുന്ന കാറ്റഗറീസ്, അതായത് ഫീമെയിൽ ട്രാൻസ്ജെൻഡർ, എക്സ് സർവീസ്മാൻ, PWBD, അതേപോലെയുള്ള പിന്നെ SC ST മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്, അങ്ങനെയുള്ള കാറ്റഗറീസിനൊക്കെ 250 രൂപയാണ് ഫീസ് വരുന്നത്. ഈ 250 രൂപയും അതിൽ ബാങ്ക് ഡിഡക്ഷൻ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന എമൗണ്ട് എന്ത് ചെയ്യും, നമുക്ക് റീഫണ്ട് ചെയ്യുന്നതാണ്. അതിന് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. പക്ഷേ നിങ്ങൾ എന്തായിരിക്കണം, ഫസ്റ്റ് സ്റ്റേജ് CBTയിൽ അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, ദെൻ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലോട്ട് പോവാം. അപ്പൊ ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ 4 പോസ്റ്റുകളിലേക്കും കോമൺ ആയിട്ട് 2 പ്രോസസ്സാണ് വരുന്നത്. അതായത് CBT 1 ആൻഡ് CBT 2 രണ്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. ഇതെല്ലാ പോസ്റ്റുകൾക്കും കോമൺ ആയിട്ട് വരുന്ന 2 എക്സാംസ് ആണ്. ആൻഡ് അത് കൂടാതെ ഇതിൽ 2 പോസ്റ്റുകൾ, 2 ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് കൂടെ വരുന്നുണ്ട്. അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റിനും ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിനും ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് കൂടെ വരുന്നുണ്ട്. ഇത് മറ്റു 2 പോസ്റ്റുകൾക്ക്, അതായത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിനും ട്രെയിൻസ് ക്ലർക്കിനും ഈ ഒരു എന്താണ് നമ്മുടെ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് എന്തല്ല, ബാധകമല്ല എന്ന് കൂടെ ഓർത്ത് വെക്കുക. അപ്പൊ ഈ സ്കിൽ ടെസ്റ്റിനെ കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ വേറെ വീഡിയോസിലും കാര്യങ്ങളും ചെയ്യുന്നതാണ്. അതിപ്പോ ഞാൻ പറയുന്നില്ല. ആൻഡ് ഇതിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഓരോ CBT നോക്കുമ്പോൾ ഒന്നാമത്തേത് ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്, അവിടെ വരുന്നത് നമുക്ക് 3 സബ്ജക്ട്സ് ആണ് വരുന്നത്. ഒന്നാമത്തേത് ജനറൽ അവയർനെസ്, പിന്നെ മാത്തമാറ്റിക്സ്, പിന്നെ റീസണിങ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്. ഇംഗ്ലീഷ് വരില്ല, റെയിൽവേയുടെ എക്സാംസിനൊന്നും ഇംഗ്ലീഷ് ടോപ്പിക് ആയിട്ട് വരുന്നില്ല. അപ്പം GK, മാത്സ് ആൻഡ് റീസണിങ് ആണ് വരുന്നത്. ആൻഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെയിറ്റേജ് നോക്കുമ്പോൾ ജനറൽ അവയർനെസ്സിന് 40 ക്വസ്റ്റ്യൻസും, മാത്സ് 30, റീസണിങ് 30, ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വീതം 100 മാർക്സിനാണ് CBT 1 ഉണ്ടായിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഇവിടെ എന്തുണ്ട്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് കേട്ടോ. ദർ വിൽ ബി നെഗറ്റീവ് മാർക്കിംഗ് ആൻഡ് 1/3 മാർക്കാണ് നെഗറ്റീവ് വരുന്നത്. അതും കൂടെ ശ്രദ്ധിക്കാം. ആൻഡ് എക്സാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 90 മിനിറ്റ് ആണ്. ഇതാണ് സ്റ്റേജ് 1 CBT എന്ന് പറയുന്നത്. ആൻഡ് ഈ സ്റ്റേജ് 1 CBT ക്ലിയർ ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ട് സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വരുന്നുണ്ട്. അതിൽ നമുക്ക് എത്രയാണോ വേക്കൻസി ഉള്ളത് അതിന്റെ 15 ടൈംസ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും, സെക്കൻഡ് സ്റ്റേജിലോട്ട് അലോട്ട് ചെയ്യുന്നതാണ്. ആൻഡ് സെക്കൻഡ് സ്റ്റേജിലോട്ട് വരുമ്പോഴും നമുക്ക് സെയിം ടോപ്പിക്സ് അല്ലെങ്കിൽ സെയിം സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളത്. ജനറൽ അവയർനെസ്, മാത്തമാറ്റിക്സ് ആൻഡ് റീസണിങ്. ക്വസ്റ്റ്യൻസിൽ മാർക്കിന്റെ വെയിറ്റേജ് മാത്രമേ ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ. 50, 35, 35, ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ആൻഡ് 120 മാർക്സ്. ആൻഡ് ദർ വിൽ ഓൾസോ ബി നെഗറ്റീവ് മാർക്കിംഗ്. 1/3 മാർക്സ് എന്തായിരിക്കും, നിങ്ങൾ ഉത്തരം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ആവുന്നതായിരിക്കും. ബാക്കിയൊക്കെ സെയിം ആണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിലോട്ട് പോകുന്നില്ല, അതൊക്കെ നമ്മൾ വേറെ വീഡിയോസിൽ ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ ആ ഒരു ഔട്ട്ലൈൻ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് ഫൈൻ. അപ്പൊ നമ്മൾ ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മൾ ഓൾറെഡി RRB NTPCയുടെ ഒരു ബാച്ച് ഓൺഗോയിങ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ RRB NTPC ടിക്കറ്റ് ടു സക്സസ് ബാച്ച് ഓൾറെഡി റണ്ണിങ് ആണ്. കുട്ടികൾ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ സിലബസ് ഒക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാവോ എന്ന് ചോദിച്ച് ഒരുപാട് എൻക്വയറീസ് വന്നത് കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത 2ാമത്തെ ബാച്ചാണ് RRB NTPC ടിക്കറ്റ് ടു സക്സസ് ബാച്ച് 2.0 എന്ന് പറയുന്നത്. അപ്പൊ ആർക്കെങ്കിലും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നുണ്ട്,
ഇനി നമുക്ക് ഒരുപാട് സമയം പഠിക്കാനുണ്ട്, അപ്പൊ ഇത് പഠിക്കാൻ ഈ ഒരു എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പൊ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ 9, 2024 ഒക്ടോബർ 9-നാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 ഇയർ വാലിഡിറ്റി ഉണ്ട്. ആൻഡ് ഫീ വരുന്നത് 3,999 ആണ്. അപ്പൊ താല്പര്യമുള്ളവര് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബാച്ചിൽ ലോഞ്ച് ആ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞു, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. ആ ഒരു ഔട്ട്ലൈൻ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഡൗട്ട്സും നിങ്ങളുടെ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഫ്രീ വെബിനാറുമായിട്ട് നമ്മുടെ ഗോകുൽ സാർ നാളെ വരുന്നുണ്ട്. അപ്പൊ നാളെ അതായത് 22 സെപ്റ്റംബർ 2024 സൺഡേ രാത്രി 7 മണിക്ക് ഒരു ഫ്രീ വെബിനാറുമായിട്ട് NTPC റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു ഫ്രീ വെബിനാർ, അതായത് ലൈവ് ആയിട്ട് യൂട്യൂബിൽ ഗോകുൽ സാർ വരുന്നുണ്ട്. സോ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് അവിടെ തീർക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം നിങ്ങൾ എന്തായാലും യൂട്ടിലൈസ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.